പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയ താരം പേളി മാണി പുതിയ വിശദീകരണ വീഡിയോയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതാണ്ടൊരു 21 മിനിറ്റും 50 സെക്കൻഡും ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഇടാതെ ഇനി വേറെ നിവൃത്തിയില്ല എന്നുള്ളത് പേളി മാണിക്ക് മനസ്സിലായി എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്താണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലും മറ്റ് 2 ചാനലുകളിൽ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തതുകൊണ്ടാണ് ഞാനിവിടെ അത് ചെയ്യാതിരുന്നത്. പേളി മാണി ഒരു വളരെ വൃത്തികെട്ട ഒരു പോസ്റ്റുമായിട്ട് വന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതായത് ഈ കുട്ടികളൊക്കെ തന്നെ ഹർട്ടാവുകയാണെങ്കിൽ അവരോടൊക്കെ തന്നെ വീട്ടിൽ പോയിക്കോളൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം സ്വന്തം വീട്ടിലൊരു കൊച്ചു നീറ്റ് എഴുതാതിരിക്കുകയും ആ നീറ്റിൽ ആ കുട്ടിക്ക് വലിയ മാർക്ക് കിട്ടേണ്ട 5 കൊല്ലം പഠിച്ചതിന് ശേഷം അത് ഏറ്റവും ഒടുവിൽ കടുത്ത നിരാശയോടുകൂടി അത് സൂയിസൈഡ് അറ്റംപ്റ്റിനോ അല്ലെങ്കിൽ സൂയിസൈഡോ ഒക്കെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഇതൊന്നും നമ്മളുടെ മനസ്സിൽ തട്ടുന്നൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പേളി മാണിയുടെ ഉപദേശങ്ങൾ പോലെയുള്ള ഉപദേശങ്ങളൊക്കെ ആർക്കും ഉപദേശിക്കാം. ഉപദേശമെന്നല്ല പറയേണ്ടത്, അത് ശരിക്കും പറഞ്ഞാൽ കുട്ടനാടൻ മാർപ്പാപ്പയിലൊക്കെ പറയുന്നത് പോലെ ഉപദേശം മാത്രമല്ല, ഉപദേശവും കൂടി രണ്ടും കൂടിയിട്ടാണ്. ഞാനിപ്പോൾ എന്താ വാക്കെന്ന് പറയുന്നില്ല, വാക്ക് എന്താണെന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. കാരണം അതിൽ ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നൊരു രംഗമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അതിഥി രവിയോട് പറയുന്നൊരു രംഗം. അതായത് ഉപദേശവും രണ്ടും കൂടി വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, അതുപോലത്തെ ഒരു പണിയാണ് പേളി മാണി എന്ന് കാണിച്ചത്. അതായത് 2 വള്ളത്തിലല്ല, ഏതാണ്ട് 4 വള്ളം ഇട്ടുകയും ആ 4 വള്ളത്തിൽ ഒരെണ്ണത്തിൽ ഒരു കൈയും ഒരെണ്ണത്തിൽ മറ്റൊരു കൈയും ഒരെണ്ണത്തിൽ ഒരു കാലും ഒരെണ്ണത്തിലൊരു കാലും കുത്തി നിൽക്കുകയും ചെയ്യുന്നൊരു പോസ്റ്റാണ് പേളി മാണി ഇട്ടിരുന്നത്. ആ പേളി മാണി ഇട്ടിരുന്നതിൻ്റെ കാര്യം സ്വന്തം ഫോളോവേഴ്സ് പോകാൻ പാടില്ല, എന്നാൽ ഞാൻ പറഞ്ഞു എന്നുമായി, നിങ്ങൾ അനുകൂലിച്ചു എന്നുമായി. പക്ഷേ പേളി മാണി ഇതേവരെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളിലൊന്നും, ആ പോസ്റ്റുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിച്ചതാണ്. ഞാനതിനെ ഡീറ്റെയിൽഡായി പറഞ്ഞു തന്നെ ന്യൂസ് ഡോട്ടിലും അതുപോലെ മറ്റൊരു ചാനലിലൊക്കെ ഞാൻ വീഡിയോ ഇട്ടതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. പക്ഷെ അതിലൊക്കെ പേളി മാണി ഈ കുട്ടികൾ അവിടെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ വേണ്ടി വന്നവരാണ്, അവരെ പോലീസുകാർ എന്തിനാണ് ആക്രമിക്കുന്നത്, എന്തിനാണ് പെല്ലറ്റ് ഗൺ വെച്ച് അവരെ വെടിവെക്കുന്നത്, അങ്ങനെ വെടിവെച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബീഹാറിലുണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റിനെതിരെ AK-47 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പേളി കണ്ടില്ല. നമ്മൾ കുറ്റം പറയരുത്, പേളി കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. പേളി അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ട് പേളി എന്ത് ചെയ്ത്, പേളി പറഞ്ഞേക്കണത് ഈ ഒരു ഹർട്ടായിട്ടുണ്ട്. ആര്? നമ്മുടെ മറ്റേ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഹിന്ദി നാഷണൽ മീഡിയയും അതുപോലെ ഇംഗ്ലീഷ് നാഷണൽ മീഡിയയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ, ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ പറഞ്ഞതുപോലെ 136 പേര് പോലീസുകാർക്ക് പരിക്ക് പറ്റി, പിന്നെ ഒരു 36 പേർക്ക് 118 പേർക്ക് പോലീസുകാർക്ക് പരിക്ക് പറ്റി, 36 പേർക്ക് കുട്ടികൾക്കും പരിക്ക് പറ്റി എന്നുള്ള ലെവലിലാണ്. എന്ന് പറഞ്ഞാൽ ഇവർ കേട്ടാൽ വിചാരിക്കും ഇവർ ഈ പോലീസുകാരുടെ അവരുടെ ആരുടെങ്കിലും വീട്ടിലേക്ക് ഇവർ ഉപദ്രവിച്ചാണെന്നല്ല. അവരവിടെ സമാധാനപരമായി പ്രക്ഷോഭം നടത്തുമ്പോൾ ആണി നിറച്ചിട്ടുള്ള വടികളുമായി വന്ന് അവരടിക്കുകയും, നമ്മുടെ ഇന്ത്യയിലൊക്കെ തന്നെ ഇപ്പോൾ സ്ത്രീകളെ വെറുതെ അങ്ങോട്ട് അടിക്കുകയും, സ്ത്രീകൾ പുറകിലേക്ക് പോകുമ്പോൾ അവരുടെ സ്വകാര്യ ഭാഗത്ത് കോലുകൊണ്ട് കുത്തുകയും, താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടുള്ള ഏത് ഫോഴ്സിൽ നിന്നാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഗുണ്ടകളെന്ന് തോന്നിക്കാവുന്ന രീതിയിലുള്ള ചില ആളുകൾ വന്ന് വെറുതെ അറഞ്ഞം പുറഞ്ഞ പാവപ്പെട്ട വിദ്യാർത്ഥികളെ അടിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അവർ ചിലപ്പോൾ എതിർത്തിട്ടുണ്ടാവുമ്പോൾ ചെറുത്തുന്നുണ്ടാവും, കാരണം അവരുടെ പ്രായം അതാണ്. ചിലപ്പോൾ അതുകൊണ്ട് പോലീസുകാർക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടാവും, ഇല്ലാതൊന്നുമില്ല. പക്ഷേ ഈ പോലീസുകാരെ ആരെയും തന്നെ അവിടെ വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് ചെന്ന് പൂവുകൾ കൊടുക്കുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെയൊന്നും അങ്ങോട്ട് കയറി ആക്രമിച്ചതല്ല. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും പേളി മാണി പറഞ്ഞില്ല. പേളി മാണി പറഞ്ഞത് ഡോണ്ട് ഗെറ്റ് ഹർട്ട്, നിങ്ങൾ ആർക്കും വേദന എടുക്കരുത്, അതുകൊണ്ട് എല്ലാവരും തന്നെ വീട്ടിൽ പോയിക്കോളൂ എന്നാണ് പുള്ളി ഇപ്പോൾ പറയുന്നത്. അങ്ങനെ വീട്ടിൽ പൊക്കോളാൻ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ ഞാൻ ആരാണ്, ഐ നോബഡി എന്നാണ് പറയുന്നത്. എന്ന് എനിക്ക് തോന്നണത് ഇനി ഐ നോബഡി സിനിമയുടെ നിന്ന് വല്ല പ്രൊമോഷൻ കിട്ടിയോ എന്ന് കൂടി എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിനിടയ്ക്ക് 2 തവണ പുള്ളിക്കാരി ഐ നോബഡി എന്ന് പറയുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ ഞാൻ ആരുമല്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി ഒരു പ്രൊമോഷൻ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ കുറേ ബ്ലാ 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 തള്ളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അടിക്കുന്നുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല, ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. പിന്നെ എനിക്കും തെറ്റുപറ്റാം. നിങ്ങൾ ഒരാളുടെയും കാര്യങ്ങൾ കേട്ടിട്ട് കൃത്യമായിട്ട് ഒരിക്കലും അങ്ങോട്ട് മനസ്സിലേക്ക് എടുക്കരുത്. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ശരിയായി ചിന്തിച്ചിട്ടൊക്കെ വേണം തീരുമാനമെടുക്കാൻ എന്നൊക്കെ പറഞ്ഞുള്ള വെറുതെ നേരത്തെ പറഞ്ഞ പോലെയുള്ള വെറും വേളാങ്കിക്കലും ഉപദേശവും ഒക്കെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു 21 മിനിറ്റും 50 സെക്കൻഡും ആ പീഡനം സഹിച്ചിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പുള്ളിക്കാരി ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ മണിക്കൂറുകളിൽ പുള്ളിക്കാരി ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടപ്പോൾ ആദ്യത്തെ മണിക്കൂറുകളിലൊന്നും പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഒരാൾ വളരെ വിശദമായി ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ഹട്ടായി, സങ്കടമായി പോയി. കാരണം
ഇതൊക്കെ തന്നെ മറ്റേ വായിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, പക്ഷേ എന്തിനാണ് ഇയാൾ ഇങ്ങനെ എഴുതുന്നത് എന്നൊക്കെ തോന്നി. പക്ഷേ എഴുതിയത് പുള്ളിക്കാരി പറയുന്ന അനുസരിച്ചാണെങ്കിൽ അത് നമ്മുടെ സിബി മലയിലിൻ്റെ മകനായിരുന്നു. പക്ഷേ മകനെയൊന്നും പുള്ളിക്കാരിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ വിശ്വസിക്കണേ, ഈ നുണയൊക്കെ നമ്മൾ വിശ്വസിച്ചു, കുഴപ്പമില്ല. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് അങ്ങനെ വിശ്വസിച്ചു. അങ്ങനെ പുള്ളിക്കാരി എന്ത് ചെയ്തു, പക്ഷേ പുള്ളിക്കാരി അടുത്തതൊരു സ്റ്റോറി ഇട്ടപ്പോൾ പറഞ്ഞത് പരാജയപ്പെട്ട സംവിധായകനാണെന്നാണ്. പക്ഷെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് ഉദ്ദേശിച്ചത് ഈ പയ്യനെക്കുറിച്ചുമാണ്, അല്ലാതെ പുള്ളിയുടെ ഫാദറിനെ കുറിച്ചല്ല എന്നുള്ളതാണ്. പക്ഷെ പയ്യൻ വീണ്ടും വന്നിട്ട് ഫാദറിനെ കുറിച്ചാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഹൗ ദ സിബി മലയിൽ കംസ് ടു ദിസ്, എന്താണ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. സിബി മലയിലെ കടുത്ത ഫാനാണ്. അതുകൊണ്ട് അത് ആ സ്റ്റോറി ഇട്ടിട്ടും 15 മിനിറ്റ് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് മനസ്സിലായി തെറ്റാണെന്ന്. അപ്പോൾ തെറ്റാണെന്ന് അപ്പം തന്നെ പിൻവലിച്ചു. പിന്നെ അതിനകം നിങ്ങളെല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അത് വളരെ മോശമായി പോയി. കാരണം അങ്ങനെ പുള്ളിക്കാരി എന്തെങ്കിലും തെറ്റൊക്കെ പറ്റിയാൽ അതിൽ നിന്ന് തിരുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ സഹായിക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്ന ഒരു കാര്യം. പിന്നെ പേളിമാണിയുടെ ഫാദർ, അദ്ദേഹം പണ്ട് നൽകിയൊരു ഉപദേശമുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു പബ്ലിക് ഫിഗറായി മാറിക്കഴിയുമ്പോൾ ഇതിപ്പോൾ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വന്നങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടായെങ്കിൽ എനിക്ക് വന്ന് അവിടെ വന്ന് വേണമെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ ഇപ്പം ഇനി അങ്ങനെ പറ്റില്ല. കാരണം ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങൾ തന്നെ സോർട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ വിലയും ഇപ്പോൾ മനസ്സിലാവുന്നു. എന്താണെങ്കിലും പേളിമാണിയെ വാക്കുകൾ കൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി പുള്ളിക്കാരി, ഐ നോബഡി. അതായത് നിങ്ങളൊക്കെ വീട്ടിൽ പൊക്കോ എന്ന് പറയാൻ ഞാൻ ആരുമല്ല, ഞാൻ ആ സമരം നിർത്തി പോകാനുമല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെയുള്ള ഒരു ചെറിയ വേളാങ്കിക്കലാണ് നടത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ശരി, ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. കാരണം ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു 4-5 ലക്ഷം ഫോളോവേഴ്സായിട്ട് കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ദുബായിലോ വിദേശത്തെങ്ങാണ്ട് ഒരു ഫ്ലാറ്റ് മേടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചില്ലറക്കൊക്കെ കുറച്ച് ആവശ്യമുണ്ടായതുകൊണ്ട് ചിലപ്പോൾ ചില്ലറയൊക്കെ മേടിച്ചിട്ട് പോസ്റ്റ് ചെയ്താണോ എന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് മാത്രമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരൊറ്റ വാചകം മാത്രമാണ്. കാരണം ഈ പേളിമാണിയുടെ ഇതിൻ്റെ താഴെ വന്നേക്കണ ഏറ്റവും 2-3 ഇത് ഞാൻ വായിക്കാം. ഒരു 2-3 കമൻസ്. ഈ ക്ലാരിഫിക്കേഷൻ പോലും സത്യസന്ധമായി തോന്നുന്നില്ല എന്ന് തോന്നിയവർ ഇവിടെയുണ്ട്. പലർക്കും അഭിനയം പോലെ തോന്നിയിട്ടുണ്ടാവും ഇതെന്നാണ്. അതിനുള്ള ലൈക്ക് എന്ന് പറയുന്നത് 5.9K ആണ് അതിൻ്റെ ലൈക്ക്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ വേറൊരു കമൻ്റ് ഉണ്ട്. ഇതിൻ്റെ കമൻ്റായിട്ട് കേട്ടിട്ടുണ്ട്, ഷീ ഈസ് മേക്കിംഗ് മണി ഔട്ട് ഓഫ് ദിസ് ഓൾസോ, ഷീ ഈസ് ടു സ്മാർട്ട്. അതായത് അതിന് 29 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് പതിവുള്ള വേഷം കെട്ടുകൾ. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഈ ക്ലാരിഫിക്കേഷന് വേണ്ടി മറ്റൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുന്നിട്ടുണ്ട്. അത് 1.4K ആണ്. പിന്നെ ഇതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കമൻ്റ് ഉണ്ട് ഇതിനകത്ത്. ആ കമൻ്റാണ് ഏറ്റവും ഗംഭീരമെന്ന് പറയുന്നത്. ആ പോസ്റ്റിന് എത്ര കിട്ടി എന്ന് മാത്രം പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പോസ്റ്റ് എത്ര കിട്ടി എന്നുള്ളത് കൂടി പറഞ്ഞാൽ കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നാനേ, ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകൾക്ക് കൂടി ഒരു പ്രചോദനമായി മാറിയാനേ മിസ് പേളിമാണി എന്നുള്ളതാണ് എനിക്ക് പേളിമാണിയോട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടി മറന്നുകൊണ്ട, പേളിമാണി ഈസ് എ ഗ്രേറ്റ് ഫാൻ ഓഫ് സിബി മലയിൽ. പരാജയപ്പെട്ട സിബി മലയിലെ ഗ്രേറ്റ് ഫാനാണ് പേളിമാണി. ഓക്കെ.